കൊച്ചിയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സമരം. പെയർ ട്രോളിംഗ് ബോട്ടുകൾ നിരോധിത വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് തടയണമെന്നാണ് ആവശ്യം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ വെച്ച് പിടികൂടിയ പെയർ ട്രോളിംഗ് ബോട്ടുകളിലെ വലകൾ റോഡിൽ വിരിച്ചായിരുന്നു പ്രതിഷേധം. വെള്ളിയാഴ്ച രാവിലെ കടലിൽ നിരോധിത വലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുകയായിരുന്ന പെയർ ബോട്ടുകളിലൊന്നിനെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടുന്ന ദൃശ്യമാണിത്. തുടർന്ന് ബോട്ട് വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനിലെത്തിച്ചു. പെയർ ബോട്ടുകൾ ഉപയോഗിച്ച നിരോധിത വലകളുമായി തൊഴിലാളികൾ ഗോശ്രീ പാലം ഉപരോധിച്ചു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസ് എത്തിയെങ്കിലും തൊഴിലാളികൾ പിന്മാറിയില്ല. ഒടുവിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തിയ ചർച്ചയിലാണ് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. കടൽ സമ്പത്ത് പൂർണ്ണമായി നശിപ്പിക്കുന്ന പെയർ ബോട്ടുകളുടെ മത്സ്യബന്ധനം KMFR ആക്ട് പ്രകാരം സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നിരോധിച്ചതാണ്. എന്നാൽ കൊല്ലം നീണ്ടകര, കൊച്ചി മുനമ്പം, ബേപ്പൂർ എന്നീ പ്രധാന ഹാർബറുകളിൽ നിന്നും നൂറുകണക്കിന് ബോട്ടുകൾ ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്തുന്നുണ്ട് എന്നാണ് പരാതി. കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളെ പരമ്പരാഗത തൊഴിലാളികൾ പടിഞ്ഞാറക്കടലിൽ വെച്ച് കാണുകയും അവരെ കെട്ടിക്കൊണ്ട് കിഴക്കാട്ട് വരികയാണ് ചെയ്തത്. ആസൂത്രിതമായിട്ടുള്ള ഒരു സമരപരിപാടി ആയിരുന്നില്ല ഇത്. കാരണം അവർ മാസങ്ങളായിട്ട് ഇപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് നല്ല മത്സ്യം കിട്ടുന്ന സമയത്തും ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ അവരിന്ന് കൂട്ടമായി ചെല്ലുകയും ഇവരെ കാണുകയും കെട്ടിക്കിഴക്കൊണ്ട് വരികയാണ് ചെയ്തത്. പെയർ ബോട്ടുകൾ കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാത്ത സ്ഥിതിയാണ്. ചെല്ലാനത്ത് ഇന്നും തൊഴിലാളികളുടെ പ്രതിഷേധമുണ്ടാകും. മറ്റ് ഹാർബറുകളിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. റിപ്പോർട്ടർ, കൊച്ചി.